UK ഗവൺമെൻറ് ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് UK-യിൽ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘങ്ങളിലെ 2 പേർ ചേർന്ന് UK-യിലെ റോയൽ എയർഫോഴ്സിൻ്റെ ബേസായ ഓക്സ്ഫോർഡ്ഷെയറിലെ ബ്രൈസ് നോട്ടൺ വ്യോമതാവളത്തിൽ കിടന്നിരുന്ന 2 റോയൽ എയർഫോഴ്സ് വിമാനങ്ങളുടെ എൻജിനിലേക്ക് പെയിൻ്റ് അഭിഷേകം നടത്തി. ഇവർ എത്തിയത് ഇപ്പോൾ ബ്രിട്ടനിൽ പ്രചാരമുള്ള ഈ സ്കൂട്ടറിലാണ് എത്തിയത്. സാധാരണഗതിയിൽ ലോകത്ത് ഒരിടത്തു പോലും നടക്കാത്തൊരു സംഭവമാണ് UK-യിൽ നടന്നത്. ഒരു എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് 2 അപരിചിതർ ഈ സ്കൂട്ടറിൽ വന്ന് പ്ലെയിനിൻ്റെ എൻജിനുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുക, അതിലേക്ക് പെയിൻറ്റുകൾ അടിക്കുക എന്നത് ലോകത്തൊരിടത്ത് പോലും കേട്ടിട്ടുണ്ടാവുകയില്ല. എന്നാൽ UK-യിലാണിത് സംഭവിച്ചത്. UK-യിൽ കനത്ത സെക്യൂരിറ്റി ഉണ്ടെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കീർ സ്റ്റാർമർ പറയുമ്പോഴും ഈ സുരക്ഷാ വീഴ്ച ബ്രിട്ടനെ അന്താരാഷ്ട്ര തലത്തിൽ ലജ്ജിപ്പിച്ചിരിക്കുകയാണ്. ഈ പാലസ്തീൻ പോരാളികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇവർ കനത്ത സുരക്ഷയുള്ള ഈ വ്യോമതാവളത്തിൽ കടന്നു കയറി പ്ലെയിനുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി, അതേപോലെ തന്നെ ആരും പിടിക്കാതെ ആരുടെയും കണ്ണിൽപ്പെടാതെ കടന്നു കളഞ്ഞു എന്നത് ബ്രിട്ടനെ നാണം കെടുത്തുകയാണ്. ഈ വിമാനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ ഇവർ തന്നെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. സംഭവത്തിൽ ഇതേവരെ ആരെയും അറസ്റ്റ് ചെയ്യുവാനായി ബ്രിട്ടീഷ് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതും ബ്രിട്ടൻ്റെ സുരക്ഷാ വീഴ്ചയെ എടുത്തു കാണിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ റഷ്യയുടെ പ്രസിഡൻ്റായ പുടിൻ ബോംബുകൾ അയച്ചാൽ UK എന്ത് ചെയ്യുമെന്നാണ് UK-യിലെ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഈ സംഭവത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും കനത്ത സെക്യൂരിറ്റിയുള്ള വിമാനത്താവളത്തിന് സുരക്ഷ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇയാൾ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നത് എന്നാണ് ബ്രിട്ടനിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ബ്രിട്ടനിൽ പലയിടത്തും ഇതുപോലെ പാലസ്തീൻ പ്രവർത്തകർ പ്രകടനങ്ങൾ നടത്താറുണ്ടെങ്കിലും ഇത്ര കനപ്പെട്ട രീതിയിൽ നടക്കുന്ന ആക്രമണം ആദ്യമായിട്ടാണ് നടന്നത് UK-യിൽ.